ഹലോ ഗൈസ്, റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തുള്ളി കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു പുഴംപരലാണ് മാങ്ങ ഇട്ടിട്ടാണ് വെക്കാൻ പോകുന്നത്. പുഴയിൽ നിന്ന് പിടിച്ചു കൊടുക്കുന്ന നല്ല ഫ്രഷായ പുഴംപരലിൻ്റെ കറിയാണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ ഒരു അര സ്പൂണ് കടുക് ഇട്ടെടുക്കുന്നുണ്ട്. ഒരു അര സ്പൂണ് ഉലുവ ഇട്ടെടുക്കുന്നുണ്ട്. ഒരു ലേശം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ടെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടെടുക്കുന്നുണ്ട്. അതിലേക്ക് രണ്ട് കരിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് വഴണ്ടി വരട്ടെ. ആ എണ്ണയിൽ കണ്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് അതിലേക്ക് ഇടാൻ പോകുന്നത് സവാള ചെത്തിയതാണ് ഇട്ടുകൊടുക്കുന്നത്. സവാള ചെത്തിയിട്ടെടുക്കുന്നുണ്ട്. നടുവ് കീറിയ 2 പച്ചമുളക് ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും എപ്പോഴും എന്താ മീൻ കറി വെക്കണമെന്ന്. അല്ല, ഓരോരോ ഫ്രഷായ മീൻ കിട്ടുമ്പോൾ അത് നമ്മൾ അതുകൊണ്ട് വരണ്ടേ അതാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വെളുത്തുള്ളിയും ആ ഇഞ്ചിയും സവാളയും കരിവേപ്പിലൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് തക്കാളി ഇട്ടെടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് വഴണ്ടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് ചേർന്ന് വരട്ടെ. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ നമുക്ക് പിന്നെയും കൂട്ടാം. ഉപ്പ് ഏറിയാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതങ്ങനെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ചീറാണ് എടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ലേശം വെള്ളം പാർന്ന് വെക്കുന്നുണ്ട്. അത് വേകാനായിട്ട് മാങ്ങ വേകണ്ടേ, അതിന് വെള്ളം പാർന്ന് വെക്കുന്നുണ്ട്. വെള്ളം പാർന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലേശം കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ. നമ്മൾ ഇനി തേങ്ങ നിറക്കണില്ല. ഒരു പുളിയാണ് വെക്കാൻ പോകുന്നത്. പുളിയാണ് വെക്കുന്നത്. ഇതാണ് നമ്മൾ പുഴംപരൽ. ഇതാണ് പുഴംപരൽ. നല്ല പുഴയത്ത് നല്ല ഫ്രഷായ പുഴംപരലാണിത്. കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കത് ഇടുമ്പോൾ കുറച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പുഴമീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഴമീൻ ഇട്ട് കൊടുക്കുകയാണ്. പുഴമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.